happy. Start music. മുണ്ട് മതിയായിരുന്നു. ഏയ് കോട്ട് വേണം, കോട്ട് വേണം. ഇപ്പൊ സകല തെണ്ടികൾ കോട്ടിട്ട് നടക്കണം. പിന്നെ താനെന്താ ഇടാത്തെ? ചോദ്യം. അപ്പൊ എന്നെ താങ്കോട്ടിടാത്തെ? താൻ ധ്യാനത്തിന് പോയിട്ട് വെള്ളടി നിർത്തിന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിന് പോയപ്പോ നിർത്തി, ധ്യാനം നിർത്തിപ്പോ തുടങ്ങി. ഉതുപ്പേട്ട, നമ്മൾ എന്തിനാ ഈ വേഷം കെട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ? നമ്മുടെ പാഞ്ചി ആള് കോടീശ്വരനാ, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. എഡ്യൂക്കേഷനുള്ള ഡോക്ടർ ജോസ് ആണ് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മള് ലുക്കിൽ പിടിച്ചു നിക്കണം. പ്രാഞ്ചി, നീ ആ പ്രസംഗം പറഞ്ഞേ. ഒരെണ്ണ ഒഴിക്കടാ. കഴിച്ച രണ്ടെണ്ണം കോട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ എതിലെയാ പോയി. മെന്നെ തുടക്കം നിട്ടെ. പൂ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക്. പൂ വെച്ച് തുടങ്ങുന്ന വാക്കാണെങ്കിൽ ഞാൻ പറയട്ടെ. താൻ ഈ പൂന്ന് പറയാണ്ട. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. നീ ഭിത്തി ഒരച്ച് കഴി. അയ്യോ, ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴുകട കഴുതേ. പടം വാസുട്ടാ, ഇതല്ല നല്ല പടം. ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഇവനെന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചെറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്രസക. നീ രാമായണം ഒന്നും കിട്ടാൻ നിൽക്കണ്ട. ഈശ്വരനാമെങ്കിലും മനസ്സോട്ട് ജപിക്കാൻ നോക്ക്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചെറ്റാണ്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചെറ്റാണ്.